Hello dear students, welcome back to EduValley 2.0. Plus 2 accountancy വീഡിയോ നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ അക്കൗണ്ടൻസി ഇനി പഠിക്കേണ്ടത്. അതേപോലെ നമ്മൾ ഇനി ഓരോ സബ്ജക്റ്റ് നോക്കാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റേജിന്റെ ചാപ്റ്റേഴ്സ് ഓരോന്നിന്റെ വെയിറ്റേജ് നമ്മൾ പറയും. പിന്നെ നിങ്ങൾ ഓരോ പാഠം വൈസ് ആയിട്ട് പഠിക്കാം. നമുക്ക് മോഡൽ എക്സാം എല്ലാം അടുത്ത് തുടങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഇനി പ്ലസ് ടുവിലെ എക്കണോമിക്സിന്റെ അവസ്ഥ നമുക്ക് എന്താണെന്ന് നോക്കാം. എക്കണോമിക്സ് നമുക്ക് എക്സാം എന്നാന്നും അതുപോലെ ഓരോ പാഠം 2 സെക്ഷൻ ഉണ്ട്, മൈക്രോ മാക്രോ. പിന്നെ എക്കണോമിക്സിന്റെ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്, സെയിം സിലബസും ചാപ്റ്റേഴ്സും തന്നെയാണ് ഹ്യൂമാനിറ്റീസിൽ സ്റ്റുഡൻസിനും ഉള്ളത്. അപ്പൊ ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും ഒരേപോലെ എക്കണോമിക്സ് നമ്മൾ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം എക്കണോമിക്സ് എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് മാർക്ക് കിട്ടുക എന്നുള്ളത്. ഓക്കെ, നമുക്ക് എക്കണോമിക്സിന്റെ എക്സാം വരുന്നത് മോഡൽ എക്സാം ഫെബ്രുവരി 18-ാം തീയതിയാണ്. ഫൈനൽ എക്സാം 21-ാം തീയതി, മാർച്ച് 21-ാം തീയതിയാണ് ഫൈനൽ എക്സാം. അപ്പോൾ രണ്ടിനും നമുക്ക് ഗ്യാപ്പ്, എക്കണോമിക്സ് മാത്രം നോക്കുകയാണെങ്കിൽ 1 മാസത്തോളം ഗ്യാപ്പൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ ഇടയിൽ പല സബ്ജക്റ്റുകളും പഠിക്കണമല്ലോ. പിന്നെ മൈക്രോയിലെ ഒരു 5 പാഠം, മാക്രോയിലെ ഒരു 6 പാഠം, അങ്ങനെ നമുക്ക് ടോട്ടൽ ഒരു 11 ചാപ്റ്റേഴ്സ് ആണ് ഇക്കണോമിക്സിന് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ പ്ലസ് 1നെ സംബന്ധിച്ച് പ്ലസ് 2-ല് എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമാണ്, പക്ഷേ എളുപ്പമല്ലേ എന്ന് ചോദിച്ചാൽ എളുപ്പമല്ല. കാരണം പ്ലസ് 1-ൽ കുറേ പോർഷൻസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി അറിയുന്ന തിയറി സബ്ജക്ട് വൈസ് ആയിരുന്നു. സ്റ്റാറ്റി പോർഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ള പാഠങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ പാഠങ്ങളൊക്കെ ഡ്രോപ്പിംഗ് പോർഷൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പ്ലസ് 1 നമുക്ക് ഉണ്ടാക്കി എഴുതിയാലും ജയിക്കും. പക്ഷെ പ്ലസ് 2 എക്കണോമിക്സ് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ജയിക്കുള്ളൂ. മാത്രമല്ല ഒരുപാട് കർവുകളും ഒരുപാട് പ്രോബ്ലംസുകളും ഒരുപാട് തിയറി ക്വസ്റ്റ്യൻസും 1 മാർക്ക് 2 മാർക്കും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ് 2-ല് എല്ലാ എക്കണോമിക്സും വളരെ ബുദ്ധിമുട്ടാണ്. ഓരോ പാഠങ്ങളും നമ്മൾ അരിച്ച് പെറുക്കി പഠിച്ചാൽ തന്നെ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഓരോ പാഠങ്ങൾ പറയണേക്കാൾ മുന്നേ നമ്മളൊരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ അറിയിച്ചിരുന്നു. നാളെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. ഇന്ന് നമ്മളൊരു ട്രയൽ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. കാരണം നമ്മൾ ലാസ്റ്റത്തെ ദിവസങ്ങളിൽ നിങ്ങൾ കൂടുതലൊരു സപ്പോർട്ടായിരിക്കും. ചാപ്റ്റർ ബേസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പഠിപ്പിച്ചു തരുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഡീറ്റെയിൽസ് ആവശ്യമുണ്ട്, ചേരണം എന്നുണ്ട്, ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഓരോ ചാപ്റ്റേഴ്സ് ഫസ്റ്റ് പാഠങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. മിസ്സിൻ്റെ നമ്പറാണ്. ഇതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രാഷ് ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. 15-ാം തീയതി മുതൽ നമ്മൾ മോഡൽ എക്സാം കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നത് വരെ നിങ്ങളുടെ കൂടെ കംപ്ലീറ്റ് സപ്പോർട്ടാണ്. ഒരു സബ്ജക്റ്റിന് 500 rupees ആണ്. പക്ഷേ നിങ്ങൾക്ക് വെർത്ത് തന്നെ ആയിരിക്കും. കാരണം ഒരു വിഷയത്തിൽ നമ്മൾ ചാപ്റ്റർ വൈസ് എടുത്ത് തരും. പിന്നെ സ്പെഷ്യലൈസ്ഡ് ക്ലാസ് റിവിഷൻ ഉണ്ടാവും ഫൈനൽ എന്ന് വെച്ചാൽ ആദ്യം ഒരു 10 പാഠം ഉണ്ടെങ്കിൽ 10 പാഠം ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് പഠിക്കാതെ എടുത്തു കഴിഞ്ഞ് അതിൽ നിന്നും 8 മാർക്കിന്റെ ഒരു ക്ലാസ്, 5 മാർക്കുകളുടെ ക്ലാസ്, തിയറികൾക്ക് ഒരു ക്ലാസ്, പ്രോബ്ലത്തിന് ഒരു ക്ലാസ്, അങ്ങനെയൊക്കെ നമ്മൾ മോഡൽ എക്സാമിന് മുന്നേ, മോഡൽ എക്സാം തുടങ്ങുന്നതിനേക്കാൾ മുന്നേ അങ്ങനെ റിവിഷൻ ചെയ്യും. അങ്ങനെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഈ ഒരു ക്രാഷ് ബാച്ചിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ജോയിൻ ചെയ്യാം. സ്റ്റുഡൻസ് എല്ലാം കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് ക്ലാസ്സുകൾ, ഞാൻ അവർക്ക് ചേർന്നവർക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് പഠിച്ചാൽ മാത്രം മതിയാവും. അല്ലാതെ എവിടുന്ന് തുടങ്ങണം എന്ത് തുടങ്ങണം എന്ന് അറിയാതെ ഇരിക്കേണ്ട. പഠിച്ചത് മറന്നു പോയെങ്കിൽ ആ ടെൻഷനും വേണ്ട കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഡീറ്റെയിലേക്ക് കിടക്കാം. മൈക്രോ ഇക്കണോമിക്സിലത്തെ ചാപ്റ്റേഴ്സ് ആണ് മിസ് ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്നത്. മൈക്രോയിൽ നമുക്ക് 5 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. ഇൻട്രൊഡക്ഷൻ പാഠം ഇവിടെ നമുക്ക് ചെറിയ പാഠമാണ്. ചെറിയ പാഠം എന്ന് പറഞ്ഞാൽ നമുക്കൊരു 6 മാർക്കോളം നമുക്ക് എങ്ങനെയും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പാഠമാണ്. ഇതിൽ തിയറി മാത്രമേ ഉള്ളൂ, ഒരു ചെറിയൊരു കർവ് മാത്രം പഠിച്ചാൽ മതിയാവും. പിന്നെ കൺസ്യൂമറിന്റെ പാഠം അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയ പാഠമാണ്. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇവിടെ നമുക്ക് പ്രോബ്ലംസ് പഠിക്കാനുണ്ട്, കർവുകൾ പഠിക്കാനുണ്ട്, തിയറി മാർക്ക് ഒക്കെ പഠിക്കാനുണ്ട് കൺസ്യൂമറിന്റെ പാഠത്തിൽ. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ നമുക്ക് തിയറി അധികമില്ല, കർവും പ്രോബ്ലംസ് മാത്രം പഠിച്ചാൽ മതിയാവും. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമുക്ക് എല്ലാം കൊളാബറേറ്റ് ചെയ്തിട്ട് എടുക്കണം. ഒരുപാട് കർവുണ്ട്. ഒരുപാട് വെച്ചാൽ ഒരു കർവ് തന്നെ പല രീതിയിൽ. തിയറി ഉണ്ട്, തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ് അതിൽ തന്നെ. ഇതിലെ പ്രോബ്ലം നമുക്ക് അധികം ഇല്ലാത്ത ചാപ്റ്റർ. ഇക്വിലിബ്രിയത്തിന്റെ പാഠത്തിൽ നിങ്ങൾ മെയിനായിട്ട് കർവ് മാത്രം പഠിച്ചാൽ മതി. അതിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എഴുതാം. ഓക്കെ, ഇതാണ് മൈക്രോയുടെ സെക്ഷൻ. ഇനി ഇതിലെങ്ങനെ ആദ്യം മൈക്രോ നമുക്ക് എങ്ങനെ പഠിക്കണം. ഇപ്പൊ ഇതാ 5 പാഠാണുള്ളത്.
ഈ 5 പാഠത്തിലും നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഏതാണ് ഈ പറഞ്ഞ 5 പാഠത്തിൽ നമുക്ക് കോമൺ ആയിട്ടൊരു ഫാക്ട് ഉണ്ട്. ഏതാണ് കോമൺ ഫാക്ട് എന്നറിയോ? കണ്ടോ, എല്ലാത്തിലും നമ്മൾ ചിറ്റിക്കാൻ വേണ്ടി കിടക്കുന്ന ഒരാളാണ് ഈ കർവ്, ഓരോ പാഠത്തിലും. അപ്പൊ കർവ് എങ്ങനെയാണ് അങ്ങനെ വന്നത് നിങ്ങൾക്ക് അറിയണം. വെറുതെ കുറെ കാണപ്പെടാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പല കർവുകളും ടോപ്പിക്കും തെറ്റും. കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞത് ഒരു കർവാണ്, പ്രൊഡക്ഷൻ കോസ്റ്റ് ലോ ഓഫ് വാരിയബിൾ വേറെ കർവാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ കർവ് വേറെയാണെങ്കിൽ ഇക്വിലിബ്രിയത്തിന്റെ കർവ് വേറെയാണ്. അപ്പോൾ ഓരോന്നും എങ്ങനെയാണ് ആ കർവിലേക്ക് എത്തിയതെന്ന് നിങ്ങൾ മൈൻഡിലാക്കി പഠിക്കുകയാണ് വെച്ചെങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല. ആ എത്തിയത് എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് തിയറിയും കിട്ടും. അപ്പൊ ഈ മൈക്രോയില് കർവിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് തിയറിക്കും ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ ഒരെണ്ണം പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വരുമല്ലോ. ഇതാണ് മൈക്രോയുടെ അവസ്ഥ. ഇനി നമ്മൾ മാക്രോ സെക്ഷനിലേക്ക് കടക്കാം. മാക്രോ സെക്ഷനിൽ നമുക്കൊരു 6 പാഠമുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്, നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, മണി ആൻഡ് ബാങ്കിങ്, പിന്നെ ഇൻകം ഡിറ്റർമിനേഷൻ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ഓപ്പൺ ഇക്കോണമി അല്ലെങ്കിൽ എക്സ്റ്റേണൽ സെക്ടറിന്റെ പാഠം. ഇവിടെ ഫസ്റ്റ് പാഠത്തിൽ ഒന്നുമില്ല, കുറച്ച് തിയറി മാത്രം നമ്മൾ പഠിച്ചാൽ മതി. നാഷണൽ ഇൻകത്തിൽ നമുക്ക് കുറേ ഉള്ളത് ഇക്വേഷൻസ് ആണ്. ഇക്വേഷൻസും ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട്, ദെൻ തിയറീസും ഉണ്ട്. കാരണം 8 മാർക്കിന്റെ കുറച്ച് തിയറിയും പഠിക്കാണ്ട്. മണി ആൻഡ് ബാങ്കിങ്ങിൽ ഏറ്റവും കൂടുതലുള്ളത് തിയറീസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. ഇൻകം ഡിറ്റർമിനേഷനിൽ നമുക്ക് പ്രോബ്ലം ആണ് മെയിൻ ആയിട്ടുള്ളത്, പ്രോബ്ലംസ്, അതുപോലെ തന്നെ ഇക്വേഷൻസ് ആണ് നമുക്ക് ആ പാട്ടിൽ പഠിക്കാനുണ്ട്. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിൽ നമുക്ക് കുറച്ച് തിയറി എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഇക്വേഷൻസും എടുക്കുന്നുണ്ട്. എക്സ്റ്റേണൽ സെക്ടറിൽ നമുക്ക് തിയറി എടുക്കുന്നുണ്ട്, അതുപോലെ ഇക്വേഷൻസ് ഉണ്ട്. ഇതിലെ മിസ്സിന്റെ ഒരു അഭിപ്രായത്തിൽ ഇതുവരെയുള്ള എക്സാമിന്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇക്വേഷൻസ് അങ്ങനെ എല്ലാത്തിൽ നിന്നും ഞാൻ പഠിപ്പിക്കാറില്ല. എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ അങ്ങനെ പഠിപ്പിക്കാറില്ല. കാരണം വരുന്ന ഉറപ്പുള്ള തിയറീസ്, അതുപോലെ തന്നെ വരുന്ന ഉറപ്പുള്ള കുറച്ച് പ്രോബ്ലംസ് മെയിൻ ആണ്. പിന്നെ ഇക്വേഷൻസ് കുറച്ചുണ്ട്. അതിലെ ഒരു 50 ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ ഒരു 10-25 എണ്ണേ ഞാൻ പഠിപ്പിക്കുള്ളൂ. കാരണം എല്ലാ ഇക്വേഷൻസും ഒന്നും നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ സാധിക്കില്ല. പിന്നെ എല്ലാ ഇക്വേഷൻസും പഠിച്ച് ഒരെണ്ണം കഴിയുമ്പോഴേക്കും മറ്റേത് മറക്കുമ്പോഴേക്കും ഇത് മറക്കും. അപ്പൊ ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാനും, പിന്നെ നമുക്കൊരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, തിയറിയും പ്രോബ്ലം കർവും വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇക്വേഷൻസ് നമുക്ക് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെയുള്ള ഇക്വേഷൻസ് നമുക്കറിയാം. അപ്പൊ ആ ഒരു രീതിയിലാണ് മിസ് മാക്രോ പഠിപ്പിക്കാറ്. ഇനി ഇവിടെ നമുക്ക് എല്ലാത്തിലുള്ള ഒരു കോമൺ ഫാക്റ്റ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. തിയറീസ് ആണ് നമുക്ക് കൂടുതലും മാക്രോ സെക്ഷനിൽ പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് പ്രോബ്ലംസ് ഈ 4-ാം പാഠത്തിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ പ്രോബ്ലംസ് ഇക്വേഷൻസ് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. ഇവിടുത്തെ ഇക്വേഷൻസ് ഒരുപാട് ഇക്വേഷൻസ് 2-ാം പാഠത്തിലുണ്ട്. GDP, NFC, GDP, മാർക്കറ്റ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം ഒരു 3-4 മാർക്കിനാണ് മാക്സിമം വരിക. അതിനേക്കാൾ നല്ലത് ബാക്കി നമ്മൾ 4-ാം പാഠത്തിലുള്ള ഇക്വേഷൻസ് പഠിക്കുകയാണ്. പിന്നെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിലെ ഇക്വേഷനും ഇതും നമുക്ക് അങ്ങനെ വന്ന് കണ്ടിട്ടില്ല. അതിലെ മൾട്ടിപ്ലയറുകൾ മാത്രമാണ് വരാറ്. ഇവിടെയാണ് നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഇപ്പൊ ഈ 3 പാഠത്തിലുള്ള ഒരു ഇക്വേഷന്റെ ഫാക്ട് എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് ഡിമാൻഡും ഇക്വിലിബ്രിയം ഇൻകം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ഇത് 4 സെക്ടർ ഇക്കോണമിയിലെ 2 സെക്ടർ ഇവിടെ ഡീൽ ചെയ്യും, 3-ാമത്തെ സെക്ടർ ഇവിടെ ഡീൽ ചെയ്യും, 4-ാമത്തെ സെക്ടർ ഇവിടെ ഡീൽ ചെയ്യും. ഇതിലെ 2 സെക്ടർ മോഡൽ ചെയ്ത പ്രോബ്ലമാണ് നമുക്ക് കൂടുതൽ കാണാം. അപ്പൊ ഇത് നന്നായി പഠിക്കുകയാണ് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പൊ ഇങ്ങനെയാണ് മാക്രോ എക്കണോമിക്സിന്റെ അവസ്ഥ. ഇനി ഇപ്പൊ ഓരോ പാഠത്തിലും എന്തൊക്കെയാണ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്കിത് എങ്ങനെയാണ് പഠിക്കാൻ പറ്റുക, എത്രയും വേഗം മാക്രോയും മൈക്രോയും നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും നോക്കി നോക്കാം. മൈക്രോനെ സംബന്ധിച്ച് മിസ് ആദ്യം പറഞ്ഞു തരാം. ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് പഠിക്കാം. മൈക്രോയുടെ വേറൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോ നമുക്ക് വേഗം പഠിച്ചു തീർക്കാൻ പറ്റും. മനസ്സിരുത്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ വേഗം പഠിക്കാൻ പറ്റും. വെയിറ്റേജ് അനുസരിച്ചിട്ടുള്ള പാഠങ്ങൾ വേഗം പഠിക്കാം. പിന്നെ മൈക്രോ പഠിക്കുക എന്ന് പറയുമ്പോൾ കാണാപ്പാട് ഒരിക്കലും പഠിക്കരുത്. മനസ്സിലാക്കി നിങ്ങൾ കർവ് വരയ്ക്കാനാണ് ആദ്യം പഠിക്കേണ്ടത്. കർവ് വരച്ച് അതിൻ്റെ ടോപ്പിക്, ഇപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ കർവ് അതുമായി ബന്ധപ്പെട്ട കാര്യം, അപ്പോഴാണ് മൈക്രോ വേഗം നമുക്ക് കഴിയാൻ സാധിക്കുള്ളൂ. ഇവിടെ നമുക്ക് പ്രോബ്ലംസ് ഒരു 3-4 പ്രോബ്ലംസ് മാത്രം പഠിച്ചാൽ മതി. മെയിനായിട്ട് ആ 4 പ്രോബ്ലംസ് മാത്രം കവർ ചെയ്യാം. അപ്പോൾ കർവുകൾ പ്രോബ്ലംസുകൾ കവർ ചെയ്താൽ തന്നെ മൈക്രോയിൽ നിങ്ങൾക്കൊരു പകുതി പോർഷൻസ് അവിടെ ഓവറായി കഴിഞ്ഞു. പിന്നെ തിയറി എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ കർവൊക്കെ പഠിക്കുമ്പോഴേ അതിൻ്റെ കൂടെയുള്ള തിയറി ഒക്കെ അപ്പം നമ്മൾ പഠിച്ചു പോകും.
ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മൈക്രോണ് ഏറ്റവും സുഖം പഠിക്കാൻ, ഏറ്റവും എളുപ്പം പഠിക്കാനും മൈക്രോ എക്കണോമിക്സ് ആണ്. ഇനി മാക്രോ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ കുറച്ചധികം തിയറി ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം പഠിക്കേണ്ടത്. 8 മാർക്കിൽ നമുക്ക് ചോദിക്കുന്ന കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് മാക്രോ സെക്ഷനിൽ നിന്നാണ് വരാറ്. 8 മാർക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ 2 മാക്രോ ചിലപ്പോൾ ഉണ്ടാവും, 1 മൈക്രോ. ചിലപ്പോൾ 8 മാർക്കിന്റെ പ്രോബ്ലംസ് ഒക്കെ നമുക്കിപ്പോൾ 6 മാർക്കിലേക്കാണ് എക്സാം പാറ്റേൺ മാറിയനുസരിച്ച് പോയിരിക്കണം. അപ്പം നമ്മൾ എന്താ ചെയ്യുക, 8 മാർക്കിന് തിയറികൾ കൂടുതൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക, മൈക്രോന്നും മാക്രോന്നും കൂടിയിട്ടുള്ള തിയറീസ്. പിന്നെ നമ്മൾ ഇവിടെ നോക്കാനായിട്ടുള്ളത് പ്രോബ്ലംസ് ആണ്. തിയറി കഴിഞ്ഞാൽ പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ് ആണ് പഠിക്കേണ്ടത്, അല്ലാതെ നാഷണൽ ഇൻകത്തിൻ്റെ ഇക്വേഷൻസ് അല്ല. ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാക്രോയുടെ പകുതി കഴിയും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് 2ലും ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുകൾ, അതുപോലെ തന്നെ 2 മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വിചാരിക്കും 8 മാർക്കിൻ്റെ മാത്രം പഠിച്ചാൽ 16 മാർക്ക് കിട്ടില്ലെന്ന്. അങ്ങനെയല്ല, 2 മാർക്കുകളാണ് കൂടുതൽ പേർക്കും മാർക്ക് കയ്യിൽ നിന്ന് പോവാറ്. 2 മാർക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്കുകളൊക്കെ മാക്രോ സെക്ഷനിലാണ് കിടക്കണത്. ഓരോന്നും ചോദിക്കട്ടെ, ഇവാലുവേഷൻ, കറൻസി ഇവാലുവേഷൻ എന്താണ്, അതുപോലെ 4 സെക്ടേഴ്സ് ഏതൊക്കെയാണ്, അങ്ങനെ അതുപോലെ ഡബിൾ കൗണ്ടിങ് എന്താണ്, അതൊക്കെ നമ്മൾ ചിലപ്പോൾ കേൾക്കാത്ത വേർഡുകളായിരിക്കാം 2 മാർക്കിൽ ഉണ്ടാവുക. അത് കൂടുതലും മാക്രോ സെക്ഷനിൽ നിന്നാണുള്ളത്. ഇങ്ങനെ രീതിയിൽ പഠിച്ചാലാണ് നിങ്ങൾക്ക് മൈക്രോനും മാക്രോനും നല്ല രീതിയിൽ കീഴടക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇതൊന്നും അറിയില്ല മിസ്സ്, ഇപ്പം മിസ്സ് പറഞ്ഞ ടോപ്പിക്കുകൾ ഇതാന്ന് പോലും മനസ്സിലാവാത്തവർ എന്ത് ചെയ്യാം, മിസ്സിൻ്റെ ക്രാഷ് ബാച്ചിലൊന്ന് ജോയിൻ ചെയ്യാം. നമുക്ക് യൂട്യൂബിൽ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ചാപ്റ്റർ വൈസ് ക്ലാസ് ഇടാനായിട്ട് പറ്റില്ല. അതിനേക്കാൾ ബെറ്റർ ഒരു ക്രാഷ് ബാച്ച് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. ആ ലൈവ് ക്ലാസ് ഇപ്പോൾ ഡെയിലി ഇപ്പോൾ സ്കൂളുള്ള സമയത്താണെങ്കിൽ നമുക്കൊരു സബ്ജക്റ്റ് വെക്കാൻ പറ്റുള്ളൂ, ചിലപ്പോൾ 2 സബ്ജക്റ്റ് വെക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് കിട്ടി, ഇപ്പോൾ ഒരു ദിവസം ക്ലാസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സുകൾ കവർ ചെയ്യാനൊക്കെ പറ്റി, അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.